കാഞ്ഞങ്ങാട്ട് നടന്നുവരുന്ന CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനം വെള്ളിയാഴ്ച സമാപിക്കും. വൈകുന്നേരം നടക്കുന്ന സമാപന റാലിയിലും പൊതുസമ്മേളനത്തിലും 1.5 ലക്ഷത്തോളം പേർ പങ്കെടുക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് നോർത്ത് കോട്ടച്ചേരിയിൽ പ്രത്യേകം സജ്ജമാക്കിയ സീതാറാം യെച്ചൂരി കോടിയേരി ബാലകൃഷ്ണ നഗറിലാണ് 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം. പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. നേതാക്കളും പ്രവർത്തകരും അനുഭാവികളും പൊതുജനങ്ങളുമെല്ലാമായി 1.5 ലക്ഷത്തോളം പേർ സമാപനത്തിൽ സംബന്ധിക്കുമെങ്കിലും കേന്ദ്രീകരിച്ച് പ്രകടനമുണ്ടാകില്ല. മറിച്ച് വാഹനത്തിൽ നിന്നിറങ്ങി ചെറുപ്രകടനമായിരിക്കും പൊതുസമ്മേളന നഗരിയിലേക്ക് നീങ്ങുക. ചുവപ്പ് സേനയുടെ മാർച്ച് വൈകിട്ട് 4 മണിയോടെ ആലാമിപ്പള്ളിയിലെ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും പുറപ്പെടും. റോഡിന്റെ കിഴക്കുഭാഗത്തൂടെ ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയിൽ ചുവപ്പ് സേന നോർത്ത് കോട്ടച്ചേരിയിലേക്ക് മാർച്ച് ചെയ്യും. പൊതുവെ ഇന്ന് ചർച്ചയിൽ ഇന്നലെയും ഇന്നുമായി 35 സഹാക്കളാണ് ചർച്ചയിൽ പങ്കെടുത്തത്. 12 ഏരിയ കമ്മിറ്റികളെ പ്രതിനിധീകരിച്ചു. അതിൽ പകുതിയും സ്ത്രീകളായിരുന്നു, വനിതാ സഹാക്കളായിരുന്നു. ഈ 35 സഹാക്കൾ നടത്തിയിട്ടുള്ള ചർച്ച, അതിൽ രാഷ്ട്രീയമുണ്ട്. ഉദ്ഘാടന പ്രസംഗത്തിൽ സാർവദേശീയ ദേശീയ രാഷ്ട്രീയ സംഭവഗതികളുമായി ബന്ധപ്പെട്ടിട്ട് അവർ എത്തിയിട്ടുള്ള അവരുടെ അഭിപ്രായം അവർ പറഞ്ഞിട്ടുണ്ട്. ചില തെറ്റാവാം, ശരിയാവാം, അതിന് മറുപടി പറയും. അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സംഘടനാ റിപ്പോർട്ടിൻ്റെ മുകളിൽ പാർട്ടി ജില്ലാ കമ്മിറ്റി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേൽ നല്ല ഗൗരവമായ ചർച്ച നടന്നിട്ടുണ്ട്. പലർക്കും ആഗ്രഹിക്കുന്ന പോലെ ചർച്ച നടന്നിട്ടില്ല എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. പലരും ആഗ്രഹിക്കുന്ന പോലെയുള്ളൊരു ചർച്ചയൊന്നും ആടെ വന്നിട്ടില്ല. ഇന്നും എന്തോ പത്രത്തിൽ എഴുതി കണ്ടിട്ടുണ്ട്, ഞാൻ വായിച്ചിട്ട്. അതൊന്നും ആടെ നടന്ന ചർച്ചയല്ല. നിങ്ങളിപ്പോൾ ചർച്ചയിൽ ഇങ്ങനെ കേട്ടാടി ഇരുന്ന് കേട്ട മതിയാണല്ലോ ഇപ്പോൾ എഴുതി വെച്ചിട്ടുള്ളത്. അതൊന്നും ഞാൻ കേട്ടിട്ടില്ല, ഞങ്ങളാരും കേട്ടിട്ടില്ല അങ്ങനെയുള്ളൊരു ചർച്ച. ജില്ലയിലെ ആരോഗ്യമേഖലയെ ശാക്തീകരിക്കാൻ സമഗ്രമായ നടപടികൾ സ്വീകരിക്കണമെന്നും കേന്ദ്ര സർവീസുകളിലെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും അപ്രഖ്യാപിത നിയമന നിരോധനം അവസാനിപ്പിക്കണമെന്നും കാസർഗോഡ് കാഞ്ഞങ്ങാട് തീരദേശപാതയുടെ അറ്റകുറ്റപ്പണികൾ അടിയന്തര പ്രാധാന്യത്തോടെ നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്നും തൊഴിലുറപ്പ് തൊഴിലാളികളോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനാ നിലപാടിനെതിരെ ശക്തമായ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരണമെന്നും ജില്ലയിൽ കാർഷികോൽപ്പന്നങ്ങളിൽ അധിഷ്ഠിതമായ വ്യവസായ പാർക്കുകൾ ആരംഭിക്കണമെന്നും CRZ നിയമത്തിൽ തീരദേശ ഗ്രാമങ്ങൾക്ക് ഇളവ് അനുവദിക്കണമെന്നും കർണാടക സംസ്ഥാനത്തു നിന്നും വിവാഹം കഴിച്ചു വരുന്ന പട്ടികജാതി പട്ടികവർഗം മറാഠി വിഭാഗ സ്ത്രീകൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് നൽകണമെന്നും സമ്മേളനം പ്രമേയമായി അവതരിപ്പിച്ചു. 13 വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അത് വികസനമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ആരോഗ്യമുണ്ട്, തൊഴിൽ രംഗത്തെ സംബന്ധിച്ചുണ്ട്. നമുക്ക് 1-2 വ്യവസായങ്ങൾ ഇവിടെ ആരംഭിക്കണം എന്നുള്ള അഭിപ്രായം പാർട്ടിക്കുണ്ട്. കുറേ ആളുകൾക്ക് തൊഴിൽ കൊടുക്കണം എന്നുള്ള അഭിപ്രായം പാർട്ടിക്കുണ്ട്. അപ്പോൾ ഏത് രീതിയിലുള്ള കാര്യങ്ങളാണ് അത് ഞങ്ങൾ പ്രമേയം മുഖേന ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് പ്രമേയം പാസ്സാക്കിയിട്ട് കൈയടിച്ച് പോലല്ല, ഞങ്ങളതിൻ്റെ പിറകെ നിൽക്കും, അതിൻ്റെ പിറകെ തന്നെ പോവും. കഴിഞ്ഞ സമ്മേളനം പാസ്സാക്കിയിട്ടുള്ള പ്രമേയമാണ് ഇന്ന് ജില്ലാ ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ള മാറ്റം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് സ്കൂളുകൾക്ക് കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ്. ഇന്ന് സ്കൂളുകൾക്ക് വേണം, അതിൻ്റെ ഭാഗമായിട്ടാണ്. ഞങ്ങളതിൻ്റെ പിറകെ തന്നെ പോകുന്നുണ്ട്. സർക്കാർ LDF ആണ്. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മൾ ശ്രമിക്കുന്നത്, വെറുതെ സമരം നടത്തി പോവുകയല്ല. അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നുണ്ട്. ചർച്ച പൂർത്തീകരിച്ചു കഴിഞ്ഞു. സമ്മേളന നഗരിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പാർട്ടി ജില്ലാ സെക്രട്ടറി MP ബാലകൃഷ്ണൻ മാസ്റ്റർ, സംഘടക സമിതി ചെയർമാനും പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ VV രമേശൻ, ജനറൽ കൺവീനറും കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് K. രാജ്മോഹൻ എന്നിവരാണ് വിവരങ്ങൾ അറിയിച്ചത്. ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണ ഭാഗമായി നിർമ്മിച്ച കുടിലുകളിൽ 1ാം സ്ഥാനം അജാനൂർ ലോക്കലിലെ പൊടിപ്പള്ളത്തെ കുടിലും, 2ാം സ്ഥാനം ദേലമ്പാടി ലോക്കലിലെ പാണ്ടിയിലെ കുടിലും, 3ാം സ്ഥാനം പിലിക്കോട് ലോക്കലിലെ വേങ്ങാപ്പാറയിലെ കുടിലും സ്വന്തമാക്കി. ഇതോടൊപ്പം ഇരിയണ്ണിയിൽ നിർമ്മിച്ച ബേക്കൽ കോട്ടയുടെ മാതൃകയിലുള്ള നിരീക്ഷണ ഗോപുരത്തിനും വെള്ളിക്കോ തടോട്ട് നിർമ്മിച്ച രാവണേശ്വരം നെല്ലെടുപ്പ് സ്മാരക നിർമ്മിതിക്കും പ്രത്യേക സമ്മാനവും നൽകും. ചരിത്രകാരൻ ഡോക്ടർ C. ബാലൻ, നാരായണൻ തെരുവത്ത് എന്നിവരാണ് നിർമ്മിതികളുടെ വിധി നിർണയം നടത്തിയത്. ജില്ലയിലെമ്പാടും മത്സരാടിസ്ഥാനത്തിൽ നിർമ്മിച്ച കുടിലുകൾ കണ്ട് വിലയിരുത്തിയായിരുന്നു ജൂറിയുടെ വിധി നിർണയം. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.